told your friend you're not okay? And tell me what's wrong and why you never said you felt that way. ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു വലിയൊരു ബ്രേക്ക് എന്ന് വെച്ചാൽ 3-4 മാസമായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് വർക്കിൻ്റേതായ പ്രഷറുള്ളതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പാലക്കാടിൻ്റെ ഒരു അഭിമാനമായൊരു സ്ഥലത്ത് നിന്ന് തന്നെ ഒരു വീഡിയോ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായല്ലോ, ബ്രിട്ടീഷ് ബ്രിഡ്ജാണ്. ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ കാണാനുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോൻ്റെ. അപ്പോൾ നമ്മൾക്ക് ബ്രിട്ടീഷ് ബ്രിഡ്ജിലേക്ക് വരാനുള്ള റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുനഗരത്ത് നിന്ന് വരുമ്പോൾ തസ്രാക്ക്, അതുപോലെ തന്നെ കിണാശ്ശേരി എത്തുന്നതിന് മുന്നാണ് തസ്രാക്ക്. അവിടെ നിന്ന് റൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ആർച്ചിൻ്റെ അവിടെ നിന്ന് റൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ബ്രിഡ്ജിലേക്ക് വരാം. അതുപോലെ തന്നെ കാടാങ്കോട്, പാലക്കാട് ഹൈവേ വരുമ്പോൾ കാടാങ്കോട് നിന്ന് ലെഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കനാൽ പാലം എന്ന് പറയും. കനാൽ പാലത്തിൽ കൂടെ ഇങ്ങോട്ട് വരാം. ഞാൻ ഇങ്ങോട്ട് വരുന്ന നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുനഗരം ടു പാലക്കാട് വഴി ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി വരുമ്പോൾ രണ്ട് സൈഡും നല്ല രീതിയിലുള്ള മരങ്ങൾ കാണാം. അതുപോലെ തന്നെ കനാലിൽ വെള്ളം ഒഴുകി വരുന്നത് കാണാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ OV വിജയൻ്റെ ഒരു സ്മാരകവും കൂടിയുണ്ട്. അദ്ദേഹം ജനിച്ച സ്ഥലവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുന്നതിന് നമുക്ക് പുതുനഗരം റൂട്ടിൽ വരാം. അപ്പോൾ കാടാങ്കോട് റൂട്ടും വരാം, പക്ഷേ എനിക്ക് കൂടുതൽ എളുപ്പമായത് ഈ റൂട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലൊരു മഴയൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ റൂട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഇറങ്ങിയത്. പക്ഷേ മഴയൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു മഴ വീഡിയോ ഒക്കെയാണ് പ്രതീക്ഷിച്ച് ഇറങ്ങിയത്. അപ്പോൾ അതൊന്ന് പാളിപ്പോയി ചെറുതായിട്ട്. പക്ഷേ നല്ല രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോയിൽ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്ന സ്ഥലം തന്നെ നല്ല രീതിയിൽ രണ്ട് സൈഡ് നല്ല മരങ്ങളും കാണാൻ തന്നെ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രിട്ടീഷ് ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ബ്രിഡ്ജ് ഇതേ കാണുന്ന ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ മുതലമട ഏരിയയിലുള്ളവർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ബ്രിഡ്ജോ അത് എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമകളിൽ മാത്രം കണ്ട് പരിചയമുള്ളൊരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ആൾക്കാർ ഈ സ്ഥലം കാണുന്നത്. അത് നമ്മുടെ പാലക്കാടെന്ന് അറിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. ഈ സ്ഥലം നിർമ്മിച്ചപ്പോൾ എങ്ങനെയാണ് അതേപോലെ തന്നെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പുറത്തെ സൈഡ് റോഡുണ്ട് വാഹനങ്ങൾക്ക് പോകാൻ. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നമുക്ക് നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രത്യേക കാഴ്ചകളൊക്കെ അത്ഭുതമായിട്ട് തോന്നും ഇവിടെ പാലക്കാട് വന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരല്ല. നമ്മൾ 1958 പണിതൊരു പാലമാണ്. പക്ഷേ ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്നാണ് പേര് വന്നിരിക്കുന്നത്. പക്ഷേ എല്ലാവരും വിചാരിക്കും ബ്രിട്ടീഷുകാർ പണിതത് കൊണ്ടായിരിക്കും ഇത് ബ്രിട്ടീഷ് ബ്രിഡ്ജ് പേര് എന്നൊക്കെ വന്നതൊക്കെ വിചാരിക്കും. പക്ഷേ ബ്രിട്ടീഷുകാരല്ല കേട്ടോ ഈ പാലം പണിത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേ ഒരു വാഹനം കടന്നു പോകുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതിലും ചെറിയൊരു നടവഴിയാണ്. അതിലും സ്കൂട്ടി കയറി പോകുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാനുള്ള പ്രത്യേകം വഴിയാണ്. അതുപോലെ തന്നെ നമുക്ക് നടക്കാനായിട്ട് റൈറ്റ് സൈഡ് ഉണ്ട്. നടന്ന് ഇത് ആസ്വദിക്കാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ട് ഇവിടെ. താഴെ ഭാരതപ്പുഴ ഒഴുകി പോകുന്നുണ്ട്. മുകളിൽ കൂടെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളവും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അത്ഭുത കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ബ്രിഡ്ജിൽ വരിക, പാലക്കാടേക്ക് വരിക. ഇതിൻ്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് വ്യൂ നോക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല. ഒരു ആർച്ച് പോലെ ഉണ്ട്. പക്ഷെ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് ഇപ്പോൾ ഇതിന് മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വ്യൂ. വെള്ളമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പാലക്കാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ബ്രിട്ടീഷ് പാലത്തിന്. പാലക്കാട് ഒരു സിനിമ ചിത്രീകരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ബ്രിഡ്ജ് ഇല്ലാത്ത സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ ബ്രിട്ടീഷ് ബ്രിഡ്ജുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒടിയനുണ്ട്, അതുപോലെ തന്നെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, അതുപോലെ തന്നെ ഉണ്ണിയും മോന്തൻ്റെ ഒരു മുറയെ വന്ന് പാത്തായ, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ആസിഫ് അലി ഇപ്പോൾ കൂമൻ എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. അപ്പോൾ സിനിമ കാണുന്നവർക്ക് ഈ പാലം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആ ബൈക്ക് വരുന്ന വഴിയാണ് നമുക്ക് ചിറ്റൂരിൽ നിന്ന് വരുമ്പോൾ കടാങ്കോട് ടച്ച് ചെയ്ത് വരുന്ന വഴി. നമ്മൾ പുതുനഗരം വഴി വന്നുകൊണ്ട് ഈ വഴി കാണാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ വാഹനങ്ങൾ വരുന്ന വഴിയിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഏരിയയിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്. പക്ഷെ ഒരു വണ്ടിക്ക് ഒരു കാറ് വന്നു കഴിഞ്ഞാൽ ഒരു ബൈക്കിന് പോകാനുള്ള വഴിയേ ഉള്ളൂ. 2 കാറുകൾ പോകാനുള്ള വഴിയില്ല.
ചെറിയൊരു വഴിയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജ് കാണാവുന്ന, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തത് സുധീഷ് ഏട്ടനാണ്. അപ്പോൾ സുധീഷ് ഏട്ടനെ കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ പുള്ളി എപ്പോൾ വിളിച്ചാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പുള്ളി വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വളരെ നല്ല സപ്പോർട്ടാണ് നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി ലഭിച്ചത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചില കാഴ്ചകൾ മാത്രം നമ്മൾ ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇതിൻ്റെ താഴത്തെ കാഴ്ചകളും കൂടി കാണിച്ചു കൊടുക്കാം നമുക്ക് വീഡിയോയിൽ. അതുകൊണ്ട് താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ തന്നെ പ്രത്യേക അത്ഭുതമായിട്ട് തോന്നും. നമുക്ക് ബാഹുബലി സിനിമയിലൊക്കെ കാണുന്ന കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് പോലെയാണ് എനിക്ക് തോന്നിയത് ഇതിന് ബ്രിട്ടീഷ് പാലത്തിൻ്റെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. പുഴയിൽ വെള്ളമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിച്ചില്ലെന്ന്. വെള്ളം ഉണ്ടെങ്കിൽ ദയവേത് ഇങ്ങോട്ട് വരുമ്പോൾ ഇറങ്ങരുത്, കാരണം ഒഴുക്കിൽപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാമെന്നുള്ള കാഴ്ച ബ്രിട്ടീഷ് പാലത്തിൻ്റെ അടിവശമാണ്. താഴെ കൂടിയും വെള്ളം പോകുന്ന കാഴ്ചയൊക്കെ വളരെ കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഇവിടെ സങ്കടകരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇവിടെ വെള്ളം ലീക്ക് ചെയ്ത് വരുന്നുണ്ട്. മുകളിൽ നിന്ന് പോകുന്ന കനാലിൽ വെള്ളം ലീക്ക് ചെയ്ത് വരുന്നുണ്ട്. നമുക്കൊരു ഷവർ ബാത്ത് പോലെയൊക്കെ തോന്നും പെട്ടെന്ന്. ഷവർ ബാത്ത് എന്ന് പറയുമ്പോഴേക്കും ഒരു പയ്യൻ കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിവിടെ ലോക്കലായതുകൊണ്ടാണ് കേട്ടോ. പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ദയവേത് ട്രൈ ചെയ്യരുത്. അവർക്ക് ഈ സ്ഥലം നല്ല പരിചയമുള്ളതുകൊണ്ടാണ് അവർ ഇവിടെ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ വഴുക്കാനും സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ദയവേത് ഇത് ട്രൈ ചെയ്യരുതാരും. ഞാൻ നേരത്തെ പറഞ്ഞ സങ്കടകരമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൃത്തിയില്ല. നമ്മൾ വരുന്നവർ സ്നാക്സ് അതുപോലെ തന്നെ ബിയർ ബോട്ടിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ കഴിക്കുന്നവരും ഇവിടെ മദ്യം കഴിച്ചും ബിയർ ബോട്ടിൽ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകണം. അപ്പോൾ നാളെ ഒരു സഞ്ചാരികൾ വരുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലമല്ല, ഏത് സ്ഥലമായാലും നമ്മുടെ മലയാളികൾ ചെയ്യുന്നൊരു കാര്യം തന്നെയാണിത്. ഇത് വലിയ രീതിയിൽ വെള്ളം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേക പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു മേയാൻ വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾ കാണാം, എരുമകൾ കുറച്ച് മേയുന്നുണ്ട്. അദ്ദേഹത്തിന് അപ്പുറത്ത് പശുവുണ്ട്, ഒരുപാട് പശുക്കളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കൊരു അത്ഭുത കാഴ്ച എന്ന് ഇവിടെ വന്നിട്ട് ലഭിച്ചത് ഇതേ ഒരു ചേട്ടനും ഒരു ചേച്ചിയും കൂടി നമ്മുടെ കൊട്ടവഞ്ചി എന്നൊക്കെ പറയും, അതിൽ തുഴഞ്ഞു വരുന്ന കാഴ്ചയാണ്. ഇപ്പോൾ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. നമ്മൾ കുറച്ച് ഇപ്പുറമായതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ ഒഴുക്കുണ്ട്. അവർ അവിടെ നിന്ന് തുഴഞ്ഞു വരികയാണ്, ഒഴുക്കിന് ഓപ്പോസിറ്റായിട്ട് തുഴഞ്ഞു വരികയാണ്. എങ്ങോട്ടാണ് പോയത്, എവിടേക്കാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. ഇപ്പോൾ കണ്ട കാഴ്ച നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലോ വ്യൂ കാണാൻ തന്നെ, അവർ തുഴഞ്ഞു പോണതും. അങ്ങനെ നമ്മുടെ വീഡിയോ ഏകദേശം അവസാനിക്കാറായി. ഇപ്പം ഇവിടുത്തെ പാലക്കാട് ബ്രിട്ടീഷ് ബ്രിഡ്ജ് കാഴ്ചകളൊക്കെ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, പാലക്കാട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രിട്ടീഷ് ബ്രിഡ്ജ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഫീലിനേക്കാളും ഇവിടെ വന്ന് ഇതിലൂടെ വണ്ടി ഓടിക്കുക, ഇതിലൂടെ നടന്ന് നോക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേക ഫീല് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്ര ദിവസം മുന്നോട്ട് പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോ സപ്പോർട്ടിന് വേണ്ടി എന്താ ചെയ്യുന്ന അറിയാലോ. ലൈക്ക് ചെയ്യുക ചാനൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പക്ഷേ നമുക്ക് ഒരുപാട് ബ്രേക്കായി എന്ന് എല്ലാവരും പറയണം. അപ്പോൾ നമ്മൾ ഇനി തുടരെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരും റെക്കമെൻഡ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് വീഡിയോയിൽ എന്തുകൊണ്ടാണ് കാണിക്കാത്തതാണ്. അപ്പോൾ നമ്മൾ ഫേസ് കാണിക്കുക നെക്സ്റ്റ് വീഡിയോകളിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്.